ലോകം മുഴുവനും ഇന്ന് ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. 1987 ഡിസംബർ മാസം 7-ാം തീയതി ഐക്യരാഷ്ട്രസഭ കൂടിയാലോചിച്ച് ജൂൺ 26 ലോകം മുഴുവനും ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. ലഹരിയുടെ ഉപയോഗം മൂലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്നാൽ അതിനെല്ലാം മുമ്പേ തന്നെ കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് അഭിമാനിച്ചിരുന്ന നമ്മളെ ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ എ അയ്യപ്പൻ ഇങ്ങനെ കുറിക്കുകയുണ്ടായി. കരൾ പങ്കിടാൻ വയ്യന്റെ ഹൃദയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കാലത്തിന് മുമ്പേ സഞ്ചരിച്ചിരുന്ന കവി എഴുതുകയാണ്, കരൾ പങ്കിടാൻ വയ്യന്റെ ഹൃദയമേ, ലഹരിയുടെ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയിരിക്കുന്നു എന്റെ ഹൃദയം. ഇന്ന് ലഹരിയുടെ പക്ഷികൾ ഈ നാട് മുഴുവൻ വ്യാപരിക്കുകയാണ്. നമ്മുടെ പുതിയ തലമുറയുടെ വളർച്ചയെ മുരടിപ്പിച്ചുകൊണ്ട് ലഹരിയുടെ പക്ഷികൾ അവരുടെ കരളുകൾ കൊത്തിക്കൊണ്ടുപോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കേരളം എന്തുകൊണ്ടും ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുമ്പോൾ ഈ കേരളത്തിന്റെ സംസ്കാരവും പ്രകൃതി ഭംഗിയും കേരളത്തിലെ ജനങ്ങളുടെ അച്ചടക്കത്തോടെയും സംസ്കാരത്തോടെയുമുള്ള ജീവിതമാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടാൻ ഉണ്ടായ കാരണം. എന്നാൽ ഇന്ന് രാവിലെ ഓരോ പ്രഭാതത്തിലും നമ്മുടെ വീടുകളിൽ പത്രങ്ങൾ വരുമ്പോൾ ആ പത്രത്തിന്റെ ഉള്ളുകൾ പരിശോധിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഭയമാണ്. കാരണം ഒരു 10 വാർത്തയെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ടവരുടെ വിക്രിയകളാൽ നടന്നതുണ്ടാവും. വാർത്തകൾ വായിക്കാൻ പോലും ഭയം തോന്നുന്ന രീതിയിൽ ലഹരിക്ക് അടിമപ്പെട്ട് യാതൊരുവിധ സ്ഥലകാല ബോധങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു ജനതയെ നശിപ്പിക്കുവാൻ വലിയ യുദ്ധങ്ങളോ വലിയ തന്ത്രങ്ങളോ ഒന്നും മെനയേണ്ട ആവശ്യമില്ല. പുതിയ തലമുറയെ നശിപ്പിക്കുവാനായി മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ മറ്റേതെങ്കിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പുതിയ തലമുറകൾ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെടും. അങ്ങനെ വന്നാൽ നമ്മുടെ ഈ നാടിന്റെ അവസ്ഥ എന്താകും? ഈ നാടിന്റെ പുരോഗമനങ്ങളോ ഈ നാടിന്റെ ഏതെങ്കിലും വളർച്ചയ്ക്ക് സഹായകമാകുമോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പുതിയ തലമുറകളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട സമയമായി. ഇന്ന് നമ്മുടെ പുതിയ തലമുറകൾ ഭയത്തിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവരെ പോലെയാണ്. ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഉത്കണ്ഠകളാണ്, ഭയമാണ്. ആ ഭയം മാറാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടെൻഷൻ മാറാൻ വേണ്ടിയാണ് ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലഹരി എത്ര നേരത്തേക്ക് അവരുടെ ഭയത്തെ മാറ്റി നിർത്തും? എത്ര നേരം അവരുടെ ഉത്കണ്ഠകൾ മാറി നിൽക്കും? ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഈ ലഹരിക്ക് പരിഹാരം കാണാൻ സാധിക്കുമോ? ആ ലഹരിയുടെ കുറഞ്ഞ നിമിഷങ്ങൾ 1-2 മണിക്കൂറുകൾ മാത്രമാണ് അവർക്ക് ആ ലഹരിയുടെ ഉന്മാനത്തിൽ കഴിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഓരോ പ്രശ്നങ്ങളും അവരുടെ മുന്നിൽ അതേപോലെ തന്നെ പ്രശ്നങ്ങളായിട്ട് നിൽക്കും. ഒരു ലഹരിക്കും ഒരു വിഷയത്തിനും പരിഹാരം കാണാൻ സാധിക്കുകയില്ല.